ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായിട്ടോ, പക്ഷേ എഡിറ്റ് ചെയ്തിടാനായിട്ട് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ബീച്ചിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ അങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ അവളുടെ ബർത്ത്ഡേ ആണ്, അവൾ കുറേ കിടന്ന് പറയുന്നത് നമ്മളാരും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കേക്ക് കട്ടിയുടെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു സർപ്രൈസ് കൊടുക്കാം. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെ വന്നു. അപ്പോൾ അവനും ഞാനും കൂടി സർപ്രൈസായിട്ട് കേക്ക് മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ വന്നിട്ട് ഞാൻ എന്തൊരു സാധനം എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വണ്ടിയുടെ അവിടേക്ക് പോയി. അപ്പോഴേക്കും അവർ ബീച്ചിൻ്റെ അവിടേക്ക് പോയിട്ടോ. അപ്പോഴേക്ക് ഞാൻ വേഗം കേക്കൊക്കെ കൊടന്ന് അതൊക്കെ അവിടെ തന്നെ സെറ്റാക്കി വെച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. എന്തോ ഒരു കേക്കായിരുന്നു, ഞാൻ മറന്നുപോയത്. അപ്പോൾ തന്നെ അവൾ വരികയാണ് കേട്ടോ. അവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ എന്തുണ്ട് അവിടെ നിന്ന് കഴിക്കാൻ. സത്യം പറയടി, അപ്പൊ അവൾക്ക് ആകെ സർപ്രൈസ് ആയിപ്പോയി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് നമ്മൾ കൊടുക്കണം. ബീച്ചിലൊക്കെ പോയിട്ട് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തത് അങ്ങനെ ആദ്യമായിട്ടായിരുന്നു. അപ്പം അമ്മ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, അമ്മയുടെ അനിയത്തി, അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു, പാപ്പൻ, ഉണ്ണിയുള്ള 2 പേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടും ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് തന്നെ നമ്മൾ ബീച്ചിലേക്ക് പോകാണ്ട്. അപ്പോൾ പോണ വഴിക്ക് തന്നെ അവിടെ ഈ മറ്റേ ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതുമ്പോൾ ഇരുന്നിട്ട് കുറച്ചാളിലാണ്. ആൾക്ക് ഭയങ്കര സന്തോഷമായി. കേക്കൊക്കെ കുറിച്ചല്ലോ ഇതിലൊക്കെ നല്ല സന്തോഷം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലേക്ക് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ നൈറ്റ് ടൈമിൽ ബീച്ചിലേക്ക് വരുന്നത്. ഈവനിങ് ടൈമൊക്കെ വന്നിട്ടുണ്ട്, നമ്മളൊരു 6 മണി ആ സമയമാകുമ്പോൾ പോകാറുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് രാത്രി വന്നിട്ട് ബീച്ചൊക്കെ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അവൾക്കും നല്ല ഇഷ്ടമായി, സിന്ധു എൻ്റെ ഫ്രണ്ടിനും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ കുറേ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ഇതുണ്ടായിരുന്നു, ഐസ് ബോട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീമൊക്കെ മേടിച്ചു. എന്തൊക്കെ മേടിക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തപ്പിയിട്ട് എല്ലാവരും കഴിച്ചൊന്നുമില്ല. ഞങ്ങളൊരു പിള്ളേർ മാത്രമേ കഴിച്ചുള്ളൂ. അങ്ങനെ ഐസ്ക്രീം മേടിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കാം കേട്ടോ. ആൾക്കാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് വേണമെന്നൊരു ചോക്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നിട്ട് വേറെ എന്തോ മേടിച്ചു കൊടുത്തേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങനെ പോവാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് നമ്മൾ വൈമാൾ കണ്ടപ്പോൾ വരുന്ന വഴിക്ക് തന്നെയായിരുന്നു. അപ്പോൾ വൈമാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഓർത്തത് അവിടെ നമ്മുടെ മൗസി ഉണ്ടല്ലോ, മൗസിയിൽ നമ്മുടെ ബർത്ത്ഡേയുടെ സമയത്ത് നമുക്കൊരു ഫ്രീ അവിൽ മിൽക്കും കിട്ടും. പിന്നെ ആളുടെ ഏജിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് നമുക്ക് ബാക്കി നമ്മൾ എന്തൊക്കെ മേടിച്ച് അതിന് ഓഫും കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് എല്ലാവർക്കും അവിൽ മിൽക്ക് ഇഷ്ടമൊന്നുമില്ല. ഇവളൊന്നും കഴിച്ചിട്ടില്ല. ആ ഭാഗത്ത് കർണാടക ഭാഗത്തൊന്നും അവിൽ മിൽക്ക് അങ്ങനെ ഫേമസ് അല്ലാന്ന് തോന്നുന്നു. അവൾ അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. Good or not? You like this taste or not? It's good, huh? Actually, this is full of that. This is avil. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് തന്നെ പോണ വഴിക്ക് പിന്നെ അവിടെ വേറെ അധികം നേരം ഒന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. ആ ഫുഡ് വീഡിയോ എടുക്കാൻ മറന്നു. നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അങ്ങനെ മാത്രമേ കഴിച്ചുള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളി ഫോട്ടോസായിരുന്നു കേട്ടോ അവിടെ വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.